അറിയാതെ തന്നെ ഫെമിന എന്നല്ല ബ്രൂസ്ലി ബിജി എന്നാ വരുന്നത്. ഈ സ്വയം ഫിറ്റ് ആയിരിക്കുന്നതിന്റെ അത് സിനിമയ്ക്ക് വേണ്ടി സ്വയം പ്രിപ്പയർ ആവുന്നതാണോ അതോ അത് വേറൊരു കംഫർട്ട് സോൺ തരുന്നുണ്ടോ? എങ്ങനെ ഫിറ്റ് ആയിരിക്കുന്നത് അത് വേറൊന്നും, അത് ഫിറ്റായി ഇരിക്കുന്നതുകൊണ്ടല്ല, ഞാൻ അധികം തിന്നാത്തോണ്ട്. ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഒരു ഡെസേർട്ട് പേഴ്സൺ ആണ്. എനിക്ക് ഭയങ്കര ഫുഡ് ഭയങ്കരമായിട്ട് ട്രൈ, ലൈക്ക് ഡിഫറെന്റ് കുസീൻസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ തിന്നുകയും ചെയ്യും, പക്ഷെ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി എന്നെ തന്നെ വെയ് ചെയ്യും, ഡെയിലി. നോക്കിയില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഒരു ക്രാഷ് ഡയറ്റ് പോലെ ഐ വിൽ ഗോ ഫോർ 1 day. ഭയങ്കരമായിട്ട് ഒന്ന് ഡയറ്റ് പോലെ ഐ കൺട്രോൾ മൈസെൽഫ്. ഒരു ലോങ്ങർ ഫാസ്റ്റ് പോലെ, മേ ബി ലൈക്ക് 1 meal a day. വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്ക് പോലെ എന്തെങ്കിലും പോകും. ഹെൽത്തി അല്ല, ബട്ട് അങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. പക്ഷെ ഞാൻ തിന്നും, ബട്ട് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. പ്രവീണി, നടന്മാരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഈ അടുത്ത് തൊട്ടിട്ടാണ് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നപ്പോൾ തൊട്ടിട്ട് ആളുകൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു, പിന്നെ രാവിലെ ജിമ്മിൽ പോകുന്നു, വൈകുന്നേരം കളരിയിൽ പോകുന്നു, പിന്നെ മാനിഫെസ്റ്റേഷൻസ് നടത്തുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് ശ്രമിക്കുന്ന നടന്മാരുടെ സെറ്റ് കാണുന്നത്. പ്രവീണിന് അങ്ങനെ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ടോ? ശ്രമിക്കാൻ നമ്മൾ നോക്കും, പക്ഷെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ. ആദ്യം വിളിച്ച് കഴിഞ്ഞിട്ട് ഒരു പടത്തിൽ വയ്ക്കുമ്പോ ഓക്കെ പഞ്ചക്കള സമയത്താണെങ്കിൽ ഓക്കെ അവിടെ ബോഡി ഒന്ന് സെറ്റ് ആക്കണം, മറ്റേതാക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ ചോദിച്ചു ഓക്കെ ഇന്നിപ്പോ സമയം എന്താ, ഓക്കെ 2 മണിയായില്ലേ, അപ്പൊ നാളെ മുതൽ നേരെ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോഴേക്കും ആയിരിക്കും കിടന്നുറങ്ങണത് തന്നെ, ലൈക്ക് 6 മണി 5 മണി സമയം. പിന്നെ അതങ്ങോട്ട് പോകും. എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചിലപ്പോൾ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ചില ക്യാരക്ടർ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് പണിയെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അവിടെ കൊടുക്കുന്നതിലും ലൈക്ക് ആ ഒരു സീൻ ചെയ്യുന്ന സമയത്തോ ലൈക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഭംഗി കിട്ടില്ല, നമുക്ക് തന്നെ ഒരു തൃപ്തി കിട്ടിണ്ടാവില്ല. അപ്പൊ നമുക്കിപ്പോ ഞാൻ കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ഇരിക്കുന്ന പൊസിഷനും മറ്റേ രീതി നടക്കുന്ന രീതിയും എല്ലാത്തിനും വേറെ വ്യത്യാസം ഉണ്ടാവും. ആ ലെവലിലുള്ള കാര്യങ്ങളും പോകും. അത് നമ്മൾ മറ്റേ അഭിനയിക്കാൻ നോക്കുന്ന പോലെ ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സംഭവം അത് കുറച്ച് ബോറാവും. അതുകൊണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. ബസ് ഇപ്പൊ ഈയിടെയായിട്ട് കുറെ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പണത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വോക്കലായി സംസാരിക്കുന്നുണ്ട്. പൈസ കിട്ടണം, അതായത് പൈസ കിട്ടുന്ന സിനിമകൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഇപ്പൊ തന്നെ പൈസ തന്നാൽ നെഗറ്റീവും പോസിറ്റീവും എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏത് പോയിന്റ് തൊട്ടിട്ട് ഈ പൈസ എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺസേൺ? ചെറുപ്പം മുതലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഷ എങ്ങനെയാന്ന് വെച്ചാൽ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ പോയി പടം ചെയ്യുന്ന അല്ലെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ ആര് വിളിച്ചാലും പോയി ചെയ്യും. അവിടെ പൈസ ഒരു മാറ്റർ അല്ല. നോ പൈസ ഇസ് നെവർ എ മാറ്റർ ബ്രോ. പൈസ എന്ന് വെച്ചാൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് പോലെ പറയണം. എന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് പുറത്തെടുക്കാം, നമുക്ക് അത്ര സ്ട്രെയിൻ ഒക്കെ ഇട്ടൊരു സാധനമൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണമെന്ന് മനസ്സിലായി. ക്യാമറയുടെ മുമ്പിൽ ചെയ്യണതിലാണ് അതിൽ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റഡ് എനർജിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ലൊരു ജോലി, നിങ്ങളുടെ ജോലി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെസ് യു വിൽ ഗെറ്റ് പെയ്ഡ് decently, and I've always been paid well by God's grace. And Kerala has been, our industry has been very nice to me, so I can't complain about that. അപ്പൊ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ പരിപാടിയായിട്ട് പറയണം. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് തിങ്ക് എനി ആക്ടർ ക്യാൻ ടേക്ക് ദാറ്റ് ഡിസിഷൻ. കാരണം അടുത്ത പടത്തിന് നമ്മുടെ എല്ലാ ഡിസിഷൻ മേക്കിനും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരിക്കും സിറ്റുവേഷൻ വരാൻ പോകണം. അപ്പൊ നമ്മള് വീണ്ടും ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അപ്പൊ തന്നെ ഒട്ടും അത് അടുത്ത പടം വരുമ്പോ തന്നെ, എസ്പെഷ്യലി ഈ ബിസിനസ്സിൽ. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പൈസ ഇസ് an important thing and sometimes it's not that important. അതപ്പോ അത് ഏത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് ഈ ആക്ടിങ് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്താൽ തൊട്ട് നമുക്കൊരു റിസ്ക് ഉണ്ടല്ലോ. കാരണം ഈ റോളുകൾ നമ്മളിലേക്കാണല്ലോ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പോയി ആളുകളെ മീറ്റ് ചെയ്യുക, സിനിമകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെന്റലി എത്രമാത്രം ഓക്കെ ആയിരിക്കണം? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഏത് അവസ്ഥയിലായിരിക്കണം? സ്ട്രൈറ്റ് കട്ട് മതി. അതാണ് മെന്റൽ സ്റ്റേറ്റ് അല്ലേ ചോദിച്ചത്. വർക്ക് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോ ഇതാണ് ഈ പറഞ്ഞ പോലെ. സങ്കടപ്പെട്ടിട്ടുണ്ട്? യെസ്, തീർച്ചയായിട്ടും. അതായത് ഇപ്പോ മിന്നൽ മുരളി കഴിഞ്ഞിട്ട് വർക്കുകൾ വരുന്നുണ്ടായിരുന്നു, ബട്ട് ഞാനൊന്നും കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഇഷ്ടം പോലെ കുറെ പടങ്ങൾ ചെയ്യുക എന്നായിരുന്നില്ല എൻ്റെ ഫോക്കസ്. ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഇച്ചിരി ടൈം എടുത്തു. അപ്പോൾ ഒരു ഫിയറും അപ്പോൾ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ട്. ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് അടിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു മെന്റൽ രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പൊ സംബന്ധിച്ച് ലൈക്ക് ടച്ച് വുഡ് എവറിത്തിങ് ഈസ് ഗോയിങ് ഗ്രേറ്റ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനത്തെ സ്ട്രെസ്സും കാര്യങ്ങളും വന്നിട്ടില്ല. സോ സിനിമ കിട്ടാതിരിക്കുന്ന സമയത്ത് മനസമാധാനം ആയിട്ടിരിക്കാൻ വേണ്ടി പ്രവീൺ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് കുറച്ച് സമാധാനത്തിന്റെ അല്ല എന്നെ സംബന്ധിച്ചുള്ളത് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെ സിനിമ വന്നിട്ടുണ്ടോ അപ്പോഴാണ് എനിക്ക് പണി കിട്ടിയിട്ടുള്ളത്. ലൈക്ക് ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ ഒരു 8 മാസം 7 മാസത്തിന്റെ അടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഇതുണ്ടാവും. ഇതിലാണെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും കൂടി പോയി ഒരു 30 ഡേയ്സിന്റെ ഷൂട്ട് വരും. ഇത് മൊത്തം ഈ ഒരു 8 മാസത്തിന്റെ ഇടയിൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ലൈക്ക് ഇവിടുത്തെ കുറച്ച് മറ്റേ ഹൈറാർക്കി പരിപാടി മറ്റേ തേങ്ങ മാങ്ങ ഇതൊക്കെ ഉണ്ടല്ലോ. ഈ വക സാധനങ്ങൾ തന്നെയാണ് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് മറ്റേ ഈ ചൊറിച്ചിലും ഉണ്ടാവുക. അപ്പോ നമ്മൾ കയറി ചെറുതായിട്ടൊന്ന് പ്രതികരിക്കും. അപ്പൊ അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചും കൂടി വലുതായിട്ട് പ്രതികരിക്കും. അപ്പൊ ഇതിന്റെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷുകൾ, കൊലകൾ, ഒച്ചപ്പാടുകൾ, ഇടികൾ അങ്ങനെയൊക്കെ എന്റെ സൈഡ് ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ജോലി ഇല്ലാത്തപ്പോ നമുക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ. ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓക്കെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സ് ഭയങ്കര ശോകമായിട്ടിരിക്കുന്നു ഒന്ന് പോയിട്ട് അവരുടെ സാധനം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊന്ന് അവരെ ഇതാക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോഴായിരിക്കും ഇരിക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നത് മറ്റേ മച്ചാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഔട്ടായിട്ടിരിക്കുക എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരുടെ അവിടുത്തെ കഥ ഉണ്ടാവും. സോ ബേസിക്കലി ഞാനിപ്പോ ഒരുമാതിരി മറ്റേ പോകുന്ന ഒരു അവസ്ഥാനത്ത് 3-4 സെറ്റുകൾ എന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മറ്റേ നാരദന്റെ പരിപാടി പോലെയാ. ഇവിടുന്ന് അവിടെ പോകും, അവിടുന്ന് ഇവിടെ വരും, ഇവിടെ അങ്ങോട്ട് പോകും, അവിടുന്ന് അപ്പുറത്തേക്ക് പോകും. ലൈക്ക് ഈ ഒരു കേസ് ഒന്നും ഇല്ല. ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി, പിന്നെ എന്റെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള അവസ്ഥ. സമാധാനം എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ ഇല്ലാത്തപ്പോഴാണ്. വ്യത്യസ്തനായ ഒരു മനുഷ്യനാണല്ലേ? വളരെ വ്യത്യസ്തനാണ്. എന്ത് ഇദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അവൻ കമ്മട്ടിപ്പാടം ചെയ്യുന്ന സമയത്ത് ഞങ്ങള് പാരലലി രാജീവയുടെ പ്രൊഡക്ഷനിലായിരുന്നു കിസ്മത്ത് എന്നുള്ള സിനിമയുടെ വർക്ക് അവിടെ നടക്കുന്നതായിരുന്നു. അപ്പൊ അന്ന് മുതലേ എനിക്ക് പ്രവീണിനെ അറിയാം. ഞാൻ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ ജുംബാലഹരി എന്നുള്ളൊരു പടമായിരുന്നു. അത് ഈ ലോക്ക്ഡൌൺ കാരണം മടങ്ങിപ്പോയി. അതിനകത്തും ജുംബാലഹരി എന്ന് പറഞ്ഞ ഒരു പടം ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അല്ല, ആ റൈറ്ററുടെ പേരിൽ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മള് ഉണ്ടാക്കിയത് ബംഗാളി റൈറ്റർ. ആ സിനിമ നമ്മള് വഴിയിൽ വെച്ച് മുടങ്ങി. ഒരു ഗംഭീർ റൈറ്ററായിരുന്നു, ഒരു കനേഡിയൻ ഇൻഡോ കനേഡിയൻ റൈറ്ററാണ്. അപ്പൊ ആ സിനിമയിൽ പ്രവീൺ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സിനിമ ചാൾസ് ചെയ്യുന്ന സമയത്തും ഞാൻ പ്രവീണിനെ വിളിക്കും. അതും പ്രവീൺ ആ സമയത്ത് വേറെ എന്തോ എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് എനിക്ക് ഇത്രയും ദിവസം വരാൻ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവന് വന്നുകൊണ്ടാണ്. പിന്നെ ഈ സിനിമ വന്നപ്പോഴും ഞാൻ പതിവ് പോലെ പ്രവീണിനെ വിളിച്ചു. കാരണം പ്രവീൺ നല്ല ആർട്ടിസ്റ്റാണ്.